അപ്പം നവംബർ 26 മുതൽ നവംബർ 27 വരെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുക, എന്തൊക്കെയാണ് നിങ്ങൾക്ക് തിരുത്താൻ പറ്റാത്തത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ബേസിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സംഗതികളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്, ഫോട്ടോഗ്രാഫ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഫീൽഡ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ള സ്വഭാവത്തിലുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നിങ്ങളുടെ പേരൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാദർ നെയിം, മദർ നെയിം, ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് തിരുത്താനുള്ള അവസരമുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് 10 ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ 10ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള മാർക്ക് ഡീറ്റെയിൽസ് അതിൽ തിരുത്തൽ വരുത്താം. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് 12മായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസിൽ തിരുത്തൽ വരുത്താം. അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുണ്ടെങ്കിൽ അത് തിരുത്തൽ വരുത്താം. ഇതിൽ 3 നിങ്ങൾക്ക് തിരുത്തൽ വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നതാണ്. അതുപോലെ നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റി കൊടുത്തിട്ടുണ്ടാവും. ഏതൊക്കെ സിറ്റികളിലാണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്നുള്ള സ്വഭാവത്തിൽ കൊടുത്തിട്ടുണ്ടാവും, എവിടെയാണ് എക്സാമിനേഷൻ സിറ്റി വരേണ്ടതെന്നുള്ളത്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെലക്ഷൻ കൊടുത്തത് മാറ്റാനുള്ള അവസരമുണ്ട് എന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ജെൻഡർ, കാറ്റഗറി, സബ് കാറ്റഗറി, സിഗ്നേച്ചർ, നിങ്ങൾ കൊടുത്ത പേപ്പറുകൾ, ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കറക്ഷൻസിലേക്ക് പോവേണ്ടതുള്ളൂ. കറക്ഷൻസിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം ഒന്ന് നോക്കിയതിന് ശേഷം അതിൽ ടോട്ടലി എന്തൊക്കെ കറക്ഷൻസ് ആണ് വരുത്തേണ്ടത്, അതിൽ വളരെ ഗ്രേവ് ആയിട്ടുള്ള മിസ്റ്റേക്സ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുകയും, ഓപ്ഷൻസ് ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുകയും, നിങ്ങൾക്ക് കറക്ഷൻ ഒറ്റ ടൈം മാത്രമേ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷനെ ബാധിക്കാതിരിക്കാൻ കറക്ഷൻസ് നടത്താനുള്ള സമയമാണ് ഈ നവംബർ 26 മുതൽ 27 വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. 27-ാം തീയതി രാത്രി 11:50 വരെ നിങ്ങൾക്ക് എന്തുണ്ട്, കറക്ഷൻസ് വരുത്താനുള്ള അവസരമുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കറക്ഷൻസ് നടത്താവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.